ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് എഫ് ടൈം ആക്ട് ചെയ്ത കൺഗ്രാറ്റ്സ് മൈ എക്സ്. ഇതൊരു സ്പെഷ്യൽ സിനിമയാണ്. കാരണം ഇത് നമ്മുടെ ഇന്ത്യൻ സ്റ്റൈലിൽ എടുത്ത ഒരു കിടിലൻ കോമഡി മൂവി. ഇതൊരു സിനിമയാണ്, അതുകൊണ്ട് 2-3 പാർട്ടായിട്ട് പെട്ടെന്ന് തന്നെ തീരും. സോ ഇപ്പൊ നമുക്ക് ഫസ്റ്റ് പാർട്ടിലേക്ക് പോവാം. തുടക്കം തന്നെ ഒരു പെണ്ണ് രാത്രി ഓവർ ടൈം വർക്ക് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് അവളുടെ ബോയ് ഫ്രണ്ട് ഫോൺ വിളിച്ചിട്ട് എന്തോ ഇതുവരെ നിന്റെ വർക്ക് കഴിഞ്ഞില്ല. ഏതിന് അവൻ ചോദിക്കുമ്പോഴാണ് അവളും ഇല്ല കുറച്ച് സമയം കൂടെ എനിക്ക് വേണ്ടി നിന്ന് വെയിറ്റ് ചെയ്യണ്ട, ഞാൻ വീട്ടിൽ എത്തിയിട്ട് നിന്നെ വിളിക്കാം. ഏതിന് അവൾ അറിയുമ്പോഴാണ് അവനും എങ്കിൽ ശരി, നിനക്ക് ബോർ അടിക്കാതിരിക്കാനേ ഞാനൊരു പ്രേത കഥയുടെ ലിങ്ക് അയച്ചിട്ടുണ്ട്, അതൊന്ന് കേട്ട് നോക്കും. ഏതിന് അവനും പറഞ്ഞിട്ട് ഫോൺ കിട്ടിയുമ്പോഴാണ് ഇവളും അതെന്തോ കഥയിൽ ഇങ്ങനെ പ്ലേ ചെയ്ത് നോക്കും. അപ്പോഴാണ് അതിനകത്ത് പറയുന്നത് ഇത് റിയൽ ആയിട്ട് നടന്ന ഒരു സംഭവം. എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, അവൾ എപ്പോഴും ഓഫീസിൽ രാത്രി വരെ വർക്ക് ചെയ്തിട്ട് താമസിച്ചേ വീട്ടിൽ പോത്തുള്ളൂ. അങ്ങനെ പതിവ് പോലെ അവൾ ഒരു ദിവസം വീട്ടിൽ പോകാതെ രാത്രി ഒറ്റയ്ക്ക് വർക്ക് ചെയ്തോണ്ടിരുന്നു. സമയം കൃത്യം ഒരു 10:15 കാണും. എന്നിനാ കഥയ്ക്കകത്ത് പറയുമ്പോഴാണ് ഇവളും പേടിച്ച് ഇപ്പോഴും സമയം 10:15 മൊത്തത്തിൽ വറച്ചിരിക്കും. അപ്പോഴാണ് അവിടുത്തെ ലൈറ്റെല്ലാം ഓഫായി ഇങ്ങനെ കത്തുന്നത്. ഇതോടെ അവൾ മൊത്തത്തിൽ പേടിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ലൈറ്റ് മൊത്തത്തിൽ ഓഫ് ആയതോടെ അവള് നിലവിളിച്ചോണ്ട് അവിടെ ഒറ്റ പോകും. അങ്ങനെ അവൾ ഓടിച്ചെന്ന് കമ്പനിയിൽ നിന്ന് പുറത്തു വന്ന് നോക്കുമ്പോഴാണ് ബാക്കി ആരണ്ടോ നിൽക്കുന്നത്. ഇത് കണ്ട് അവളും പ്രേതമായിരിക്കും എന്ന് പറഞ്ഞ് പേടിച്ചു നോക്കുമ്പോഴാണ് അവിടുന്ന് മൈക്കിൾ ജാക്സന്റെ സ്റ്റെപ്പൊക്കെ ഇട്ടോണ്ടിരിക്കും. എന്നിട്ട് നേരെ അവളെ നോക്കി ഓടി വരുമ്പോഴാണ് അവൾ നിലവിളിച്ചോണ്ട് അവിടെ ഒറ്റ പോകും. അങ്ങനെ അവസാനം രക്ഷപ്പെട്ടെന്ന് പറഞ്ഞ് കാറിൽ കയറി ഇരിക്കുമ്പം അടുത്ത അതേ രൂപത്തിൽ വേറൊരു തന്നെ കണ്ടോടനെ ഇവള് മൊത്തത്തിൽ പേടിച്ചു പോകും. അപ്പോഴാണ് നമ്മുടെ ഹീറോയിനെ കാണിക്കുന്നത്. ഇവളുടെ പേര് റീസ. അങ്ങനെ ഇപ്പൊ സംഭവിച്ചെല്ലാം അവളുടെ ബോയ് ഫ്രണ്ടിന്റെ ഏർപ്പാടാണ്. അപ്പോഴാണ് റീസ അവന് തൊപ്പിയിട്ട് കൊടുത്തിട്ട് സാർ ഇപ്പൊ നിങ്ങൾ പ്രപ്പോസ് ചെയ്യാനുള്ള സമയം. ഏതിന് അവളും പറഞ്ഞേക്കുമ്പം അതേസമയം ഇവളും പേടിച്ച് മറ്റവനെ ചവിട്ടി കളഞ്ഞിട്ട് അവിടെ നോടിപ്പോകും. അപ്പോഴാണ് ഇവനും ഫ്രണ്ട് പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി റിംഗും കൊണ്ട് നിൽക്കുന്നത്. എടി നമ്മൾ കല്യാണം കഴിക്കാം. ഏതിന് അവനും പറയുമ്പം അവളെയും വന്ന പോലെയും കാണാതെ അവിടെ ഒറ്റ പോകും. അപ്പോഴാണ് ഒരു ഓട്ടോ വന്ന് അവൾ ഇടിച്ചിട്ട് കൊല്ലുന്നത്. ഇത് കണ്ടതോടെ ഇവരെല്ലാം മൊത്തത്തിൽ ഞെട്ടിപ്പോവും. നല്ല ബെസ്റ്റ് പ്ലാൻ. ഏതിന് അവരൊക്കെ ഇങ്ങനെ ഷോക്കായി നോക്കും. അതിനുശേഷം ആ പെങ്കൊച്ചിനെ പാവം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടേക്കും. അപ്പോഴാണ് അവന് മനസാക്ഷി ഇല്ലാതെ അവൾക്ക് റിങ്ങിട്ട് കൊടുത്തിട്ട് എടി ഇപ്പോഴെങ്കിലും തന്നെ കല്യാണം കഴിക്കോ. ഏതിന് അവൻ ചോദിക്കുമ്പോൾ അവൾ അവന് സമ്മതം കൊടുക്കും. കാരണം അവൾക്കറിയത്തില്ല ഈ പണിയെല്ലാം ചെയ്ത് ഇവനാണെന്ന്. അപ്പോഴാണ് ഈ വീഡിയോ കണ്ടിട്ട് റീസ് ചെയ്യും എന്തായാലും നമ്മുടെ ജോബ് കഴിഞ്ഞു, അല്ലെങ്കിൽ പ്ലാൻ ഫ്ലോപ്പായെന്ന് പറഞ്ഞ് നമുക്ക് പൈസ തരാതെ പോയാന്. ഏതിന് അവൾ പറയുമ്പോഴാണ് കൂട്ടുകാരിയും എടി പൈസയാണ് ഇപ്പൊ പ്രധാനം, ഭാഗ്യം അവള് ചത്തില്ല, ചത്തായിരുന്നു കേസ് നമ്മുടെ തലയിലായന്. ആ രാത്രി സമയത്ത് ആ ഓട്ടോക്കാർ എവിടെ നിന്ന് വന്നേ, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ആ റോഡൊക്കെ ബ്ലോക്ക് ചെയ്യാൻ. എടാ പിന്നെ എങ്ങനെ ഓട്ടോ വന്ന അവിടെ. ഏതിനെ മറ്റവനോട് ചോദിക്കുമ്പോഴാണ് അവനും പറയുന്നത് എനിക്കെങ്ങനെ അറിയാം, ഞാനല്ലേ പ്രേതമായിട്ട് ആക്ട് ചെയ്തോണ്ടിരുന്നത്, ഞാൻ വിചാരിച്ചു നിങ്ങളൊക്കെ റോഡ് ബ്ലോക്ക് ചെയ്യുന്നു. പോരാതെ കരാട്ട പഠിച്ച പെങ്കൊച്ച് എന്റെ ഫേസിനൊക്കെ ഒരു ചവിട്ട് തന്നു, അതും സഹിച്ചോണ്ട് ഞാൻ ഇവിടെ നിൽക്കുന്നതും പോരാ എന്നെ വഴക്കുറയുന്നു. നീ എന്തോ ചെയ്ത, നീ വെറുതെ വായി നോക്കി നിന്നില്ലേ. ഏതിന് അവൻ ചോദിക്കുമ്പോഴാണ് അവളും എന്തുവാണ് നീ പറയുന്നത്, ഇപ്പം പ്രശ്നം മൊത്തം എന്റെ തലയിലാക്കുവാണോ, ദാ തടിയ എന്ന് ഇവർ രണ്ടിനും കൂടെ വഴക്കുണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് റീസേ വരെ സമാനപ്പെടുത്തിയിട്ട് ഓക്കെ സമാനപ്പെടുക ഗൈസ്, നമ്മൾ എന്തായാലും ആ പ്രശ്നത്തിന് രക്ഷപ്പെട്ട് എന്തായാലും ആ കൊച്ചിന്റെ മെഡിക്കൽ പൈസ നമ്മൾ കൊടുക്കേണ്ടി വരും, അത് നമുക്ക് കൊടുത്തേ പറ്റത്തുള്ളൂ, എന്നാലും നമുക്ക് പുതിയ കസ്റ്റമറൊക്കെ വരും. എന്നിന് അവള് മൊബൈൽ എടുത്ത് ഇവർ ചേർത്ത് വെച്ച കസ്റ്റമറുടെ ലൈവ് വീഡിയോ കാണുമ്പോഴാണ് അവരും കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞ് ഇങ്ങനെ കിസ് ചെയ്തോണ്ടിരിക്കും. ഇത് കണ്ടതോടെ അവൾക്ക് വൊമിറ്റ് വരും. അതിനുശേഷം ഇവർ രണ്ടുപേരും കൂടെ അവളുടെ പുറകെ പോയിട്ട് റീസ നിനക്ക് ഈ കല്യാണം കാണുമ്പോൾ തന്നെ വൊമിറ്റ് വരുവാണല്ലേ, അപ്പൊ നീ നിന്റെ കല്യാണത്തിന് വൊമിറ്റ് ചെയ്യോ. എന്നിന് അവൻ ചോദിക്കുമ്പോഴാണ് അവളും അതിനൊന്നും ചാൻസ് ഇല്ല, കാരണം അവൾക്ക് കല്യാണം നടക്കുവോ. എന്നിന് അവർ രണ്ടിനും കളിയാക്കി ചിരിക്കുമ്പോഴാണ് അവിടേക്ക് റീസയും വന്നിട്ട് നിങ്ങൾ പറഞ്ഞ സത്യ, ഞാൻ ഈ ലൈഫ് ടൈം കല്യാണം കഴിക്കത്തേ ഇല്ല, വേണേ അടുത്ത ലൈഫിൽ നോക്കാം. എന്നിന് അവൾ പറയുമ്പോഴാണ് കൂട്ടുകാരിയും എടി ഞങ്ങൾ ചുമ്മാ തമാശക്ക് പറഞ്ഞ, നീ അങ്ങനെയൊന്നും പറയല്ലേ, നിനക്ക് വേണ്ടി ഒരു കിടിലമ്പായം വെയിറ്റ് ചെയ്യായിരിക്കും, അതുകൊണ്ട് നീയും വെയിറ്റ് ചെയ്യും, സമയം വരുമ്പോൾ നിങ്ങൾ ഒന്നേ തരും. എന്നിന് അവൾ പറയുമ്പോഴാണ് റീസയും എനിക്ക് വേണ്ടി അങ്ങനെ ഒരു പയ്യൻ വെയിറ്റ് ആണെങ്കിൽ ആ മിക്കവാറും ഒരു മണ്ടനായിരിക്കും. ഞാൻ നിങ്ങളോടൊന്ന് പറയട്ടെ, എനിക്ക് ഈ കല്യാണത്തിലൊന്നും താല്പര്യമില്ല, കേട്ടോടെ കൊരങ്ങ, നീ എന്നെ കളിയാക്കുന്നു. എന്നിന് അവർ മൂന്നുപേരും കൂടെ സംസാരിച്ചോണ്ടിരിക്കും. അങ്ങനെ ഇവരിപ്പോൾ ഉള്ളത് ഇന്ത്യയിലാണ്. അങ്ങനെ അടുത്ത കോൺട്രാക്ട് പിടിക്കാൻ വേണ്ടി അവർ ഒരാളെ കാണാൻ വേണ്ടി പോകും. അപ്പോഴാണ് ആ ലേഡിയും പറയുന്നത് ഞങ്ങളുടെ കമ്പനിക്ക് അടുപ്പിച്ച് 4 കല്യാണം വന്നിട്ടുണ്ട് കോൺട്രാക്ട്, പക്ഷെ ഞങ്ങൾക്ക് എല്ലാം ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് അതിലൊരു കല്യാണം നടത്തി കൊടുക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുക, അതൊരു ഇന്ത്യൻ കല്യാണോ, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ നിങ്ങൾക്ക് വാട്സ്ആപ്പ് ചെയ്യാം, പിന്നെ ഞങ്ങളുടെ ടീമിൽ ഇരുന്നും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരാളെ പറഞ്ഞയക്കാം, അപ്പൊ ഈ കോൺട്രാക്ട് നിങ്ങൾക്ക് സമ്മതമാണോ. എന്നിട്ട് അവളും ചോദിക്കുമ്പോൾ പെട്ടെന്ന് അവനും ഡീലെന്ന് പറയും. ഇത് കേട്ട് അവർ രണ്ടും കൂടെ എന്തിനാണ് പെട്ടെന്ന് ഡീലെന്ന് പറഞ്ഞ, നമ്മളുടെ വില കളയാൻ വേണ്ടി നമ്മൾ ബിസിയാന്ന് പോലെ ആക്ട് ചെയ്യണ്ടേ, അല്ലേ നമ്മൾ ചുമ്മാ വായി നോക്കി നിൽക്കുകയെന്ന് അവൾ വിചാരിക്കും. എന്നിട്ട് അവരെ ഡിസ്കസ് ചെയ്യുമ്പോഴാണ് ഇത് അവൾ ഒളിഞ്ഞു കേട്ടിട്ട് ഈ ഡീലിന് സമ്മതമാണെങ്കിൽ നിങ്ങൾ കിട്ടാൻ പോകുന്ന പൈസ കോടികളാ. എന്നിട്ട് അവളും പറഞ്ഞ ഉടനെ റീസ പെട്ടെന്ന് ഹഗ് ചെയ്യും. ഞങ്ങൾക്ക് ഡീലിന് സമ്മതം, ഇതിന് ആലോചിക്കാൻ എന്തോ ഉള്ള, എങ്കിൽ പിന്നെ പൈസ ഇപ്പൊ തന്നെ ഞാൻ കഴിച്ചേക്ക്. ഏതിന് അവൾ അറിയുമ്പോഴാണ് ഇവ മൊത്തത്തിൽ ചമ്മി പോയി എടി ഇതിപ്പോ എന്നെക്കാൾ ഫാസ്റ്റ് ആണല്ലേ ഇവള്, ഞാൻ സമ്മതം മാത്രമേ പറഞ്ഞോളൂ, ഇവള് പൈസ തന്നെ ട്രാൻസ്ഫർ ചെയ്യാൻ ചോദിച്ചു. ഏതിന് അവൻ ചോദിക്കുമ്പോഴാണ് കൂട്ടുകാരിയും പക്ഷേ റീസ നമ്മൾ ഇതുവരെ ഒരു ഇന്ത്യൻ കല്യാണം നടത്തി വെച്ചിട്ടില്ല, നമ്മളെ കൊണ്ട് ഇത് പറ്റുമോ. എന്നിട്ട് അവൾ ചോദിക്കുമ്പോഴാണ് മറ്റോളം പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നതിൽ അത്രയും പാടുള്ള കാര്യമൊന്നുമല്ല, അതൊക്കെ ഈസിയാ, നിങ്ങളൊന്നും വിഷമിക്കണ്ട, ഞാൻ പറഞ്ഞില്ലേ എങ്ങനെ ഒരു ഇന്ത്യൻ കല്യാണം നടക്കുന്നതെന്ന് ഞാൻ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് അയച്ചു തരാം. പിന്നെ പഴയ ഇന്ത്യൻ കല്യാണ വീഡിയോസ് ഒക്കെ നിങ്ങൾ ചെക്ക്
ചെക്ക് ചെയ്ത് നോക്ക്, അപ്പോഴെങ്കിലും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു പിടി കിട്ടത്തുള്ളൂ. ഏതിന് അവരൊക്കെ ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അവനും ഗുലാബ് ജാം കഴിച്ചു നോക്കിയിട്ട് ഓ ഇതെന്തോ സാധനം കിടിലൻ ടേസ്റ്റ് ആണല്ലോ ഏതിന് അവരെ ഡിസ്റ്റർബ് ചെയ്തോണ്ടിരിക്കും. കാരണം അവരുടെ നാട്ടിൽ ഈ സംഭവം ഒന്നുമില്ല. അപ്പനാണ് ഇവനെ മൈൻഡ് ചെയ്യണമെന്ന് പറഞ്ഞ് റീസ സംസാരിക്കാൻ പോകുമ്പോൾ അവൻ വീണ്ടും ജിലേബി എടുത്തിട്ട് ഇതെന്തോ സംഭവം എന്നിനെ വീണ്ടും അവളുമാര് സംസാരിക്കാൻ പോകുമ്പോൾ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി ഇവൻ കഴിക്കുന്ന ഫുഡ് ഓരോന്ന് ഡൗട്ട് ചോദിച്ചോണ്ടിരിക്കും. ഇതോടെ അവളും ദേശത്തി ഒന്ന് മിണ്ടാരാടാ, നീ അത് എന്തോന്ന് അറിഞ്ഞാലേ കഴിക്കത്തുള്ളൂ, മര്യാദയ്ക്ക് വെട്ടി വിഴുങ്ങ്, അല്ലെങ്കിൽ അത് ഫുള്ള് ഞാൻ കഴിച്ചു തീർക്കും എന്നിന് അവള് പറഞ്ഞ ഉടനെ അവനും പേടിച്ചിട്ട് അയ്യോ അതൊന്നും വേണ്ട, ഞാൻ മിണ്ടാതെല്ലാം കഴിച്ചോളാം എന്നിന് അവനും സൈലന്റ് ആകും. അപ്പഴാണ് റീസയും എങ്കിൽ പിന്നെ നമുക്ക് ബിസിനസ്സിലോട്ട് വരാം, ഞങ്ങൾ കല്യാണം നടത്തി വെക്കാൻ പോകുന്ന ആ കപ്പിൾസിന്റെ ഫോട്ടോ എല്ലാം ഉണ്ടോ ഏതിന് അവള് ചോദിക്കുമ്പോഴാണ് മറ്റേ കൊച്ചും അവരുടെ ഫോട്ടോ കാണിക്കുന്നത്. അപ്പഴാണ് ഇവൾ ആ ഫോട്ടോ കണ്ടിട്ട് എന്തോ ഇവനോ ഏതിന് അവള് ഷോക്കാകും. അപ്പഴാണ് ഇവള് ഷോക്കായതുകൊണ്ട് ഇവർ രണ്ടിൽ എത്തി നോക്കുമ്പോൾ അവർ ആ ഫോട്ടോ കണ്ട് ഷോക്കാകും. അങ്ങനെ ഇവര് മൂന്നേരം എന്തിനാ ഷോക്കാന്ന് മറ്റവളും ചോദിക്കുമ്പോഴാണ് അവർ രണ്ടുപേരും പറയുന്നത് അത് പിന്നെ ഈ പയ്യൻ അവളുടെ എക്സ് ബോയ് ഫ്രണ്ടാ, അവന്റെ കല്യാണത്തിനെ കുറിച്ചാണ് പറയുന്നത് ഏതിന് അവരൊക്കെ സംസാരിച്ചോണ്ടിരിക്കും. അതിനുശേഷം ഇവർ മൂന്നേരും കൂടെ അവിടെ നിന്ന് പോകും. എടാ എന്റെ എക്സ് ബോയ് ഫ്രണ്ട് അരുണിന് കല്യാണമെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലേ, ആ ഫേസ്ബുക്കിൽ പോസ്റ്റ് കിട്ടില്ല ഏതിന് അവൾ അറിയാതെ പറഞ്ഞു പോകുമ്പോഴാണ് ഇത് കേട്ട് അവരുടെ ഷോക്കായി. എടി അപ്പൊ നീ ഇതുവരെ അവനെ മറന്നിട്ടില്ലേ, അവൻ എപ്പോഴും എന്ത് ചെയ്യണമെന്ന് നീ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. റീസ നീ തന്നെയല്ലേ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അവന്റെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് അവൻ പോസ്റ്റ് ഒന്നും ഇടത്തില്ലെന്ന്, പോരാ നിങ്ങൾ രണ്ടുപേരും കപ്പിൾസ് ആയിരുന്നപ്പോ തന്നെ അവൻ ഒരു പോസ്റ്റ് ഇട്ടില്ല, പിന്നെ എങ്ങനെ അവൻ കല്യാണമൊക്കെ ഇടാൻ പോന്നെ ഏതിന് അവരുടെയും ചോദിക്കുമ്പോഴാണ് റീസയും ദേശത്തി ഗൈസ് നമുക്ക് ഈ കോൺട്രാക്ട് വേണ്ട, ആരുടെ കല്യാണം ഞാൻ ഒരിക്കലും നടത്തി കൊടുക്കത്തില്ല എന്നിന് അവളും തീരുമാനം എടുക്കും. അങ്ങനെ രാത്രി അവൾക്കൊരു സ്വപ്നം വരും അവളുടെ എക്സ് ബോയ് ഫ്രണ്ട് അരുണിനെ കല്യാണം കഴിക്കുന്ന പോലെ. അപ്പോഴാണ് അവളും ചോദിക്കുന്നത് ഞാൻ എന്തോ ഈ ഡ്രസ്സിൽ നീ എന്നെ ബ്രേക്കപ്പ് ചെയ്തല്ലേ, പിന്നെ എങ്ങനെ നമുക്ക് കല്യാണം നടക്കുന്നത് ഏതിന് അവൾ ചോദിക്കുമ്പോഴാണ് അവനും ആര് പറഞ്ഞു നമുക്ക് കല്യാണം നടക്കുന്നതെന്ന്, എന്റെ പെണ്ണ് പുറകെ നിപ്പുണ്ട് ഏതിന് അവനും പറയുമ്പോഴാണ് ബാക്കിൽ നിന്ന് അവന്റെ പെണ്ണും റീസ അടിച്ച് പൊട്ടിക്കും, എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ ഡ്രസ്സ് അടിച്ച് മാറ്റോടി ഏതിന് അവളെ ഇട്ട് അടിക്കുമ്പോഴാണ് റീസയും പേടിച്ച സ്വപ്നത്തിൽ നിന്ന് എഴുതേക്കും. ഷേ ഇത്രയും ഗതികിട്ട സ്വപ്നമായി പോയല്ല, സ്വപ്നത്തിലെങ്കിലും ഞാൻ അവൾ അടിക്കുന്ന പോലെ സ്വപ്നം കണ്ടൂടെ ഏതിന് അവളും പറഞ്ഞിട്ട് അവനായിട്ടുള്ള പഴയ മെമ്മറീസ് ഒക്കെ ആലോചിച്ചോണ്ടിരിക്കും. കാരണം ഇപ്പോഴും അവനെ മറന്നിട്ടില്ല. അതോടെ അവൻ വാങ്ങിച്ചെന്ന ബോൾ എടുത്തിട്ട് അവളോട് തന്നെ സംസാരിച്ചോണ്ടിരിക്കും. റീസ ഞാൻ പറയുന്ന നിനക്ക് ഈ കല്യാണം 3 ദിവസം കൊണ്ട് കഴിയും, പിന്നെ പ്രിപ്പറേഷൻ എല്ലാം 1 മാസം ആവത്തേ ഉള്ളൂ, നിനക്ക് പൈസയുടെ ആവശ്യമുണ്ട്, അതുകൊണ്ട് നീ 1 മാസം എങ്ങനെയൊക്കെ പിടിച്ചിരിക്കും, നിന്നെ കൊണ്ട് പറ്റും, അവൻ തന്നെ സന്തോഷത്തിൽ കല്യാണം കഴിക്കില്ലേ, പിന്നെ നീ എന്തിനാണ് വിഷമിക്കുന്നത് എന്നിട്ട് അവൾ ആ ബോൾ എടുത്തെറിയുമ്പോഴാണ് അത് നേരെ മതിലിടിച്ച് ഇവളെ തിരിച്ചടിക്കും. അങ്ങനെ ഇപ്പൊ 1 മാസം കഴിഞ്ഞ് കാണിക്കുവാണ് ഇപ്പൊ ആരുന്റെ കല്യാണം സ്റ്റാർട്ടായി. അപ്പോഴാണ് ഇവളിങ്ങനെ മനഃപൂർവ്വം ചിരിച്ചോണ്ടിരിക്കുന്നുണ്ട്. അവനും ചോദിക്കും എടി നീ എന്തിനിപ്പോ നെർവസ് ആയിട്ടിരിക്കുന്നത്, ചുമ്മാ ചിരിക്കുന്ന പോലെ ആക്ട് ഒന്നും ചെയ്യണ്ട, അവന് നീ കല്യാണത്തിന്റെ പ്രിപ്പറേഷന്റെ അന്ന് കണ്ടേയല്ലേ, പിന്നെ തന്നെ നീ ഇപ്പോഴും ടെൻഷൻ ആയിരിക്കുന്നത് ഏതിന് അവൻ ചോദിക്കുമ്പോഴാണ് അവളും എടാ അതപ്പോ നേരിട്ട് വന്നില്ലല്ലേ, വീഡിയോ കോൾ വഴിയല്ലായിരുന്നു, പക്ഷെ ഇപ്പൊ ഞാൻ നേരിട്ടാ കാണാൻ പോകുന്നത്, രണ്ടും വേറെ വേറെയാ ഏതിന് അവളും പറയുമ്പോഴാണ് അവിടേക്ക് കല്യാണ ചർക്കനും വരും. അതോടെ അവനും ഇവളെ കണ്ട് അടുത്തേക്ക് ഓടി നിന്നിട്ട് ഓ റീസ എങ്ങനെയുണ്ട് സുഖമാണോ ഏതിന് അവളെ പിടിച്ച് ഹഗ് ചെയ്യും. നീ മൊത്തത്തിൽ ആള് മാറിപ്പോയല്ലേ, വീഡിയോ കോൾ വഴി നമ്മൾ കണ്ടപ്പോഴും എനിക്ക് വലിയ വ്യത്യാസം തോന്നിയില്ല, പക്ഷെ നേരിട്ട് കാണുമ്പോഴാ നീ മൊത്തത്തിൽ മാറിപ്പോയി, നിന്നെ നേരിട്ട് കണ്ടത് എനിക്ക് എത്ര സന്തോഷം എന്നറിയാം ഏതിന് അവൻ പറയുമ്പോഴാണ് അവളും ആ എനിക്ക് സന്തോഷം, പക്ഷെ അത് പുറത്ത് കാണിക്കാൻ പറ്റുന്നില്ല ഏതിന് അവളും ചിരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അവനും എങ്കിൽ പിന്നെ ഞാൻ സത്യമായിട്ട് ഒരു കാര്യം പറയട്ടെ, നീയാ എന്റെ കല്യാണം നടത്താൻ പോകുന്ന അറിഞ്ഞ ഉടനെ ഞാൻ മൊത്തത്തിൽ ഡബിൾ ഹാപ്പി ആയി ഏതിന് അവരുടെ ചിരിച്ച് സംസാരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കണ്ട് അവളുടെ കൂട്ടുകാരിയും എടാ ഇവളെന്തിനാ ഇപ്പൊ ഓവറായിട്ട് ചിരിക്കുന്നത്, അവളുടെ നട്ടല്ലേ ലൂസ് ആയി പോയാ ഏതിന് അവൾ ചോദിക്കുമ്പോഴാണ് അവനും ഓ അതോ അവള് നോർമലായിട്ട് ആക്ട് ചെയ്യാന്ന്, അതാണ് നമ്മൾ കാണുന്ന ചിരി ഏതിന് അവരുടെ സംസാരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അവനും അയ്യോ റീസ ഞാൻ ഒരാളെ പരിചയപ്പെടുത്താൻ മറന്നു, മോനിക്ക നീ ഇപ്പോഴും ഫ്രണ്ടായിട്ട് സംസാരിച്ചോണ്ടിരിക്കണോ, പുറത്തേക്ക് ഇറങ്ങുക റിസ വെയിറ്റ് ചെയ്യുന്നു ഏതിന് അവനും വിളിക്കുമ്പോഴാണ് അവന്റെ പെണ്ണും പുറത്തേക്ക് ഇറങ്ങിയിരുന്നത്. ഇത് കണ്ടിൽ അവന് ഷോക്കായി വാവ് ഇവള് നമ്മൾ റീസയെക്കാളും കാണാൻ കൊള്ളാല്ല, ഞാൻ വലിയ ഇവളെ കണ്ടായിരുന്നെങ്കിൽ ഞാൻ മുമ്പേ സെറ്റ് ചെയ്തേനെ ഏതിന് അവൻ പറയുമ്പോഴാണ് ഇത് കേട്ട് റീസയും ഡാ തേങ്ങാത്തലയാ ഞാൻ എല്ലാം കേൾക്കുന്നുണ്ട് എന്നിന് അവളും ദേഷ്യപ്പെടും. അപ്പോഴാണ് അവനും പരിചയപ്പെടുത്തുന്നത് റീസ ഇതാണ് ഞാൻ കല്യാണം കഴിക്കാൻ വന്ന പെണ്ണ്, ഇവളുടെ പേര് മോണിക്ക, പിന്നെ മോണിക്ക ഇതാണ് റീസ ഏതിന് അവനും പരിചയപ്പെടുത്തുമ്പോഴാണ് ഇത് കേട്ട് കൂട്ടുകാരിയും ഇത് കൊള്ളാല്ല എക്സ് ഗേൾ ഫ്രണ്ടും അവന്റെ ഭാര്യയും പരിചയപ്പെടുന്നു, നൈസ് മൂവ്മെന്റ്, അവർ രണ്ടുപേരും പടി കൂടുവോ ഏതിന് അവർ രണ്ട് ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് മോണിക്കയും റീസയ്ക്ക് കൈ കൊടുത്തിട്ട് ഓ നിങ്ങളെ കണ്ടത് എനിക്ക് സന്തോഷമുണ്ട്, നിങ്ങൾ കല്യാണത്തിന് റെഡിയാക്കിയ എല്ലാ സംഭവങ്ങളും പൊളിയാ, പിന്നെ അരുൺ നിങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അരുണിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന്, അതുകൊണ്ട് ഈ കല്യാണം നിങ്ങൾ ഗ്രാൻഡ് ആയിട്ട് നടത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഏതിന് അവൾ പറയുമ്പോൾ റീസയും പിന്നല്ലാതെ ഈ കല്യാണം ഞാൻ ഗ്രാൻഡ് ആക്കും, ഈ ഓഫർ എനിക്ക് തന്നതിന് ഞാൻ വേണം നിങ്ങൾക്ക് താങ്ക്സ് പറയാൻ എന്നിന് ഇവൾ പറയുമ്പോഴാണ് അവളും ഇല്ല ഞാനാ താങ്ക്സ് പറയണ്ട, ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അറേഞ്ച്മെന്റ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നിന് അവരുടെ പരസ്പരം താങ്ക്സ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് കണ്ടില്ല അവരും ഇപ്പോഴെങ്കിലും ഈ താങ്ക്സ് പറയുന്നത് നിർത്തുമെന്ന് അവർ സഹിക്കാൻ പറ്റാതെ ഇതൊക്കെ കേട്ടോണ്ടിരിക്കും. അതിനുശേഷം അവർ രണ്ടുപേരും അവിടെ നിന്ന് റൂമിലേക്ക് അങ്ങ് പോകും. എന്നിട്ട് റീസയും അവരോട് അങ്ങനെ ചിരിച്ച് സംസാരിച്ചാലും ഇവര് കപ്പിൾസ് ആയിട്ട് ഒരുമിച്ച് പോകുന്നതൊക്കെ അവൾ സഹിക്കാൻ പറ്റാതെ ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കും. റീസ എന്തോ അവിടെ നിന്ന് നോക്കുന്ന ഏതിന് അവർ രണ്ടും ചോദിക്കുമ്പോഴാണ് അവളും പറയുന്നത് ഒന്നുമില്ല, അവര് നമ്മുടെ കസ്റ്റമേഴ്സ് അല്ലേ, അവർക്ക് എന്തെങ്കിലും പ്രശ്നം വരുവാണെങ്കിൽ നമ്മളെ നോക്കണ്ട, അതുകൊണ്ടാണ് ഞാൻ അവർ സേഫ് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഏതിന് അവൾ പറയുമ്പോഴാണ് ഇത് കേട്ട് കൂട്ടുകാരിയും ഓ അവര് സിനിമയും പോലാണല്ലോ റൊമാൻസ് ചെയ്യുന്നത്, ഞാനിപ്പോ അവരെന്തോ പറയുന്നത് ഡബ് ചെയ്യട്ടെ, മൈ ഡിയർ വൈഫ് ഞാൻ ലൈഫ് ലോങ് നിന്നെ ഉപേക്ഷിച്ചിട്ട് പോകത്തേ ഇല്ല, ഐ ലവ് യു, എടാ നീ ആ പെണ്ണിന്റെ വോയിസ് ഡബ് ചെയ്യും ഏതിന് അവൾ പറയുമ്പോഴാണ് അവനും ഓക്കെ മൈ ഡിയർ ഹസ്ബൻഡ് നമ്മ രണ്ട് ലൈഫ് ലോങ് ഹാപ്പി ആയിട്ട് ജീവിക്കും, നിങ്ങൾക്ക് എത്ര മക്കളെ വേണമെന്ന്
വെച്ചാ പറ എന്നിട്ട് അവരുടെ കളിയാക്കി ചിരിക്കുമ്പോഴാണ് മുകളിൽ നിന്ന് തേങ്ങ ഇങ്ങനെ വീഴുന്നത്. അതോടെ അവരുടെ പേടിച്ചു പോയിട്ട് എടി നീ വല്ലതും വെട്ടിവെച്ചാണ് ഇത്, ഞങ്ങൾ പറയുന്നേക്ക് അവൻ സന്തോഷമായിട്ട് അവന്റെ ജേണി സ്റ്റാർട്ട് ചെയ്ത് എന്നെങ്കിലും നീ അവനെ മറന്നിട്ട് ജീവിക്കാൻ നോക്ക്. എന്നിട്ട് അവരുടെയും അവൾ അഡ്വൈസ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് അടുത്ത തേങ്ങ അവന്റെ തലയിൽ വീഴുന്ന ഉടനെ അവനും ബോധം കെട്ടങ്ങ് വീഴും. എന്നിട്ട് ഇപ്പൊ അടുത്ത ദിവസം അവൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് കൂട്ടുകാരി ഫോൺ വിളിച്ച് ഉണർത്തിയിട്ട് എടി നീ ഒന്നും പുറത്തേക്കുവാ, നമ്മൾ ബുക്ക് ചെയ്ത ഫോട്ടോഗ്രാഫർ ഇല്ലേ വരുന്നവർക്ക് ആക്സിഡന്റ് ആയി. എന്നിട്ട് അവളും പറഞ്ഞ ഉടനെ ഇത് കേട്ട് ഇവർ മൂന്നുപേരും കൂടെ ആ സ്ഥലത്തേക്ക് പോകും. അപ്പോഴാണ് അവൻ അടുത്തുള്ള ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് വെച്ചേക്കെന്ന് പറയും. അതോടെ ഇവർ മൂന്നുപേരും കൂടെ അവിടേക്ക് പോകും. റീസ അവന്റെ കയ്യും കാലും ഒടിഞ്ഞെന്നാ തോന്നുന്നത്, ഇനി നമ്മളെങ്ങനെ ഫോട്ടോഷൂട്ട് ചെയ്യുന്നത് എന്നിട്ട് അവൻ ചോദിക്കുമ്പോഴാണ് അവളും ടെൻഷൻ ആവുന്നത്. ഇനിയിപ്പോ ഇത്ര അടുത്ത് വേറെ ഏത് ഫോട്ടോഗ്രാഫറിനെ കിട്ടാനാ, ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്കാ ഷൂട്ടിങ്. ഒരേശ് നമുക്ക് ഫോട്ടോഗ്രാഫറിനെ കിട്ടിയാൽ തന്നെ അവൻ ഇവിടേക്ക് വരുമ്പോൾ ലേറ്റ് ആയി പോകും. എന്നിട്ട് അവൾ അറിയുമ്പോഴാണ് അവനും എങ്കിൽ പിന്നെ ഇവിടെ കാര്യമില്ല, നീ ഗൂഗിളിലൊക്കെ നോക്കേ ഇവിടെ അടുത്തുള്ള ഫോട്ടോഗ്രാഫർ ഉണ്ടോന്ന്. എന്നിട്ട് അവൻ ധൃതി പിടിക്കുമ്പോഴാണ് അവളും എടാ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക ഇവിടെ ആരില്ലെന്നാ തോന്നുന്നത്. എന്നിട്ട് അവൾ അറിയുമ്പോഴാണ് അവന് പെട്ടെന്ന് ഒരു ഐഡിയ വരും. എനിക്ക് ഇപ്പോഴാ മനസ്സിലായ, എനിക്കറിയാവുന്ന ഒരു ടോപ്പ് ഫോട്ടോഗ്രാഫർ ഉണ്ട് ഈ സ്ഥലത്ത്, നമ്മുടെ ടീം. എന്നിട്ട് അവനും പറയുമ്പം ഇവര് മൂന്നുപേരും കൂടെ അവനൊപ്പിക്കാൻ പോകും. ഗായ്സ് അവനിപ്പോ ഇവിടെ കാണുമോ, അവൻ വേറെ എവിടെയൊക്കെ ആയിരിക്കും. എന്നിട്ട് റീസ ടെൻഷൻ ആകുമ്പോഴാണ് അവരും പറയുന്നത് ഇല്ല അവ 3 മാസം മുമ്പ് ഇവിടെ തിരിച്ചെത്തി, അവന്റെ ഇൻസ്റ്റയ്ക്കകത്ത് പോസ്റ്റ് ഇടുന്ന കണ്ടായിരുന്നു. എന്നിട്ട് അവർ പറയുമ്പോഴാണ് അവളും എങ്കിൽ പിന്നെ നിങ്ങൾക്ക് അവനെ കുറിച്ച് അറിയാല്ലേ, നിങ്ങൾ തന്നെ അവനെ പോയി വിളിച്ചോണ്ടോ, എന്നെ എന്തിനാ പോകാൻ പറയുന്നത്. എന്നിട്ട് അവൾ വയ്ക്കുമ്പോഴാണ് അവരും ഇല്ല ഞങ്ങൾ രണ്ടുപേരും കല്യാണത്തിൽ തന്നെ ഗസ്റ്റിനൊക്കെ നോക്കാൻ പോകണം, നീ ആ സമയം കൊണ്ട് നിന്റെ പയ്യനായ ടിമ്മിനെ വിളിച്ചോണ്ടോ. എന്നിട്ട് അവൻ പറയുമ്പോഴാണ് അവളും എന്റെ പയ്യനോ, അവനെ കണ്ടാൽ തന്നെ ദേഷ്യം വരും, ഞാനൊന്നല്ലേ പണിക്ക്. എന്നിട്ട് അവളും തർക്കിക്കുമ്പോഴാണ് ഇത് കേട്ട് കൂട്ടുകാരിയും ഒന്ന് നിർത്താവോ നിങ്ങൾ രണ്ടുപേരും, നമ്മൾ ഇതുവരെ ലക്ഷങ്ങൾ പോലും കണ്ടിട്ടില്ല, പക്ഷെ ഈ കല്യാണം മാത്രം നടത്തി കൊടുത്താൽ നമുക്ക് കിട്ടാമെന്ന കോടികളാ കേട്ടോ, കോടികൾ. എന്നിട്ട് അവളും അവനും വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് റീസയും ഗായ്സ് അപ്പൊ സത്യത്തിൽ ഞാൻ തന്നെ പോയി അവനെ വിളിക്കണം, ഒരു മനസാക്ഷിയില്ല നിനക്കൊക്കെ. എന്നിട്ട് അവളും ദേഷ്യത്തിരിക്കും. ഇപ്പോഴാണ് നമ്മുടെ ഹീറോ ടിമ്മിനെ കാണിക്കുന്നത്. അങ്ങനെ അവന് എല്ലാവരുടെ ഫ്രണ്ട് വെച്ച് മാജിക് കാണിച്ചുകൊണ്ടിരിക്കും. ഇദ്ദേഹത്തെ ഫേമസ് ആയിട്ടുള്ള മെജീഷ്യന്മാരെല്ലാം സ്റ്റുഡന്റ് ആക്കാന്ന് വിളിച്ചു, പക്ഷെ അദ്ദേഹം സ്വന്തം നാട് വിട്ട് എവിടേക്കും പോകത്തില്ലെന്ന് വാശിയെടുത്ത് ജീവിക്കുക. എന്നിട്ട് അവൻ അവിടെ നിന്ന് മാജിക് കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇവനും വായിക്കാത്ത തീ ഇങ്ങനെ വെക്കാൻ പോകുമ്പോൾ ഇവനെ കണ്ടിട്ട് റീസയും പേര് വിളിക്കും. എടാ ടീം എന്തുവാണ് കാണിക്കുന്നത്. എന്നിട്ട് അവള് ചോദിച്ച ഉടനെ അവന്റെ കയ്യിൽ നിന്ന് ആ സാധനം തറയിലേക്ക് വീഴും. ഈ സാധനം എന്ത് ഇവിടെ. എന്നിട്ട് അവനും പേടിച്ച് അവിടുത്തെ ബോക്സിൽ ചെന്ന് ഒളിയും. ഇത് കണ്ട് അവളും എല്ലാരും മാറാൻ പറഞ്ഞിട്ട് അവന്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴാണ് ആ ബോക്സിന്റെ അകത്ത് അവനെ കാണത്തില്ല. ഇതോടെ അവൾ ഷോക്കായി ഇവ സത്യത്തിൽ മെജീഷ്യനാണെന്ന് നോക്കുമ്പോഴാണ് അവനും പുറകെ ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം അവൾ അവനെ കണ്ടിട്ട് നൈസിന് അവനെ വളയ്ക്കും. ടീം പുതിയ ജോലി അന്വേഷിച്ചു, പക്ഷെ ബൈക്ക് ഇപ്പോഴും പഴയതാണല്ലോ, വരുന്നോ എനിക്ക് സംസാരിക്കാൻ ഒരു ഡീലുണ്ട്. എന്നിട്ട് അവൾ എല്ലാവരും എടുത്ത് പറയും. അപ്പോഴാണ് അവനും പറ്റത്തില്ല എനിക്കൊന്നുമായി നിന്റെ ഉടനെ. എന്നിട്ട് അവൻ പറയുമ്പോഴാണ് അവളും ടീം നീ ഒരു ഫോട്ടോഗ്രാഫർ അല്ലേ, ആ പണി വിട്ടോ. എന്നിട്ട് അവൾ ചോദിക്കുമ്പോൾ അവനും ദേഷ്യത്തി അതൊക്കെ വേറെ കാര്യം, പക്ഷെ ഞാൻ നിന്നെ ഉപേക്ഷിച്ച് നിന്റെ കൂടെ എവിടേക്കും ഞാൻ ഇല്ല. എന്നിട്ട് അവനും പറഞ്ഞ ഉടനെ അവൾ അവനെ സമ്മാനപ്പെടുത്താൻ നോക്കും. മോനെ ടീം ഞാൻ നിനക്ക് നീ വാങ്ങിക്കുന്നതിനേക്കാളും കുറെ പൈസ ഇട്ടുതരാം പ്ലീസ്, ഇതെനിക്കൊരു അർജന്റ് കാര്യം, നിന്നെ കൊണ്ടേ ചെയ്യാൻ പറ്റൂ, കാരണം വേറെ ആരും എനിക്ക് കിട്ടിയില്ല. എന്നിട്ട് അവൾ പറയുമ്പോൾ അവനും പറ്റത്തില്ലെന്ന് പറയും. റീസ നിന്റെ കൂടെ കളിച്ച് സംസാരിക്കാനൊന്നും എനിക്ക് സമയമില്ല, എനിക്ക് വേറെ പണിയുണ്ട്. എന്നിട്ട് അവനും പറയുമ്പോഴാണ് അവന്റെ അടുത്തേക്ക് മാനേജറും വരുന്നത്. എടാ ടീം നാളെ തൊട്ട് നീ പണിക്ക് വരണ്ട, നിന്റെ ഷോയിനേക്കാളും വേറെ ഷോയ്ക്ക് ഓഡിയൻസ് കൂടുതലുള്ളത്, ഇങ്ങനെ പോയി എന്റെ ബിസിനസ് ഡൗൺ ആവും, മര്യാദയ്ക്ക് ഞാൻ തന്നെ ഡ്രസ്സ് ഊരി തന്നേക്ക്, അത് വില കൂടിയ ഡ്രസ്സാ. എന്നിട്ട് അയാളും പറഞ്ഞിട്ട് പോകുമ്പോഴാണ് ഇത് കേട്ട് അവളിങ്ങനെ ചിരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കണ്ട് അവനും നീ എന്തിനിപ്പോ ചിരിക്കുന്ന, ഇവിടെ ഞാൻ വല്ലതും ജോക്ക് കാണിച്ചോ. എന്നിട്ട് അവന് വണ്ടി എടുത്തിട്ട് അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോഴാണ് അവൾ ഫ്രണ്ടിൽ തടയും. ടീം ഞാൻ അതിനെ പോകാൻ സമ്മതിക്കത്തില്ല, പ്ലീസ് റ നീ എന്നെ സഹായിക്കണം. എന്നിട്ട് അവളും കെഞ്ചുമ്പം അവന് വണ്ടി എടുത്ത ഉടനെ ഇവള് പേടിച്ച് അങ്ങോട്ട് മാറിയിരിക്കും. അങ്ങനെ അതോടെ നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് ഇവിടെ തീരുന്നത്. അങ്ങനെ അതിനുശേഷം എന്തൊക്കെ സംഭവിക്കാമെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കണ്ടറിയാം. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ എല്ലാം ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. സോ ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.